ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം നമ്മളെ വീട്ടിലുള്ളത്. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു കുഞ്ഞി റൊട്ടീനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇത് ഷുട്ടൂപ്പി എണീച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ആളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. രാവിലെ തന്നെ കുറച്ച് ഭയങ്കര സങ്കടത്തിലൊക്കെയാണ് ആൾ. എന്തൊക്കെയോ വാശിയൊക്കെ പിടിച്ച് ഞാൻ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കലായിരുന്നു. അമ്മ ഓൾറെഡി നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. ഷുട്ടും ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചുകൊണ്ട് ഞാനും നേരത്തെ എണീച്ചിട്ടുണ്ട്. ഇതാ അമ്മയുടെ ചോറൊക്കെ ആവുന്നുണ്ട്. അച്ചാച്ചനും അമ്മമ്മയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കുള്ള കഞ്ഞി സ്പെഷ്യലായിട്ട് ആവുന്നുണ്ട്. അപ്പോൾ അമ്മയും ഷുട്ടുപ്പയും പോയിട്ട് മീനൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ നമുക്ക് കുറച്ച് കല്ലുമ്മക്കായും അതുപോലെ തന്നെ അയിലയും കിട്ടിയിട്ടുണ്ട്. അയില ഫോർ ഷുട്ടുമാണ്. അവൾക്ക് ഞാൻ മുന്നത്തെയും കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, അങ്ങനെ കട്ടിയുള്ള മീൻ അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. മീൻസ് കൊഞ്ച്, കല്ലുമ്മക്കായ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവളുടെ ഇങ്ങനെ റെഡിയാക്കി വെക്കാമെന്നമ്മ. ആൻഡ് പിന്നെ ഞാൻ ചായ വെക്കാൻ പോയി. ചായ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് നല്ല പുട്ടും പിന്നെ അമ്മ കറി വെച്ചിട്ടുണ്ട്. ഞാൻ പുട്ടും പഴവും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആസ് യൂഷ്വൽ രാവിലെ കട്ടൻ ചായയും പിന്നെ പുട്ടുമൊക്കെ കഴിച്ചു. ഷുട്ടൂനും കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് റെഡിയായി. നമുക്ക് പുറത്ത് പോകേണ്ട ഒരു 1-2 ആവശ്യങ്ങളുണ്ട്. ഞാൻ റെഡിയായിട്ട് വേണം ഷുട്ടൂനെയും റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതിനിതാ നമ്മൾ റെഡിയാവാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെ നമ്മൾ ഷട്ടപ്പട്ടേന്ന് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പോകുവാന് ചുറ്റുപ്പി റെഡിയായി. എന്തായാലും നമ്മൾ പോകുന്ന വഴി കാണാം. ബൈ ബൈ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഷുട്ടൂപ്പിനി റെഡിയാക്കി ഞാനും റെഡിയായി. എനിക്ക് ഇപ്രാവശ്യം എൻ്റെ ഹെയർ കട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ക്യൂട്ട് ലുക്ക് എനിക്ക് എന്നെ തന്നെ തോന്നുന്നു. അതിനിതാ നമ്മൾ ഇറങ്ങി. നമ്മൾ ഒരു കോളേജിൽ പോകാനുണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു SN കോളേജ്, ശ്രീനാരായണ കോളേജിൽ ചുമ്മാ പോണേയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ കുറച്ച് പ്രൊമോഷൻ വർക്ക്സും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഇടയിൽ കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് നമ്മൾ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളവിടെ എത്തി. നല്ല വ്യൂ ഒക്കെ ഉള്ള, കുറച്ച് എത്തിപ്പെടാൻ കുറച്ച് പണിയാണ്. ബട്ട് എന്നാലും എത്തിയാൽ ഭയങ്കര കിഡ്ലൻ സംഭവമാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ കിഡ്സ് കെയറിലേക്ക് പോയി. ഇത് നമ്മൾ ബേബി കെയർ അവർ പുതുതായിട്ട് പേരൊക്കെ മാറ്റി, കല്യാൺ സിൽസിന് താഴെയുള്ള. അപ്പം അവിടേക്ക് പോയി നമ്മൾ. ഷുട്ടൂന് കുറച്ച് ടോയ്സും സംഭവമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ കുറേ ദിവസമായി ABCD വേണം എന്ന് പറഞ്ഞ് നമ്മളുടെ കയ്യിലുള്ളത് കുറേ സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ അവിടെ പോയി കിച്ചൻ്റെ സാധനങ്ങളൊക്കെ നോക്കി. ഭയങ്കര റേറ്റ് ഉണ്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ കിച്ചൻ്റെ സാധനങ്ങൾക്കൊക്കെ. ബട്ട് നമ്മൾ കുറച്ച് ചെറുത്ത് നോക്കിയിട്ട് എടുത്തു. ബിക്കോസ് ഇവൾ എല്ലാം പെട്ടെന്ന് കളയും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെറുത് നോക്കി എടുത്തു. അവൾ എന്നെ സ്വന്തമായിട്ടെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ അല്ലറച്ചില്ലറ സംഭവങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് പരിപാടിയായിട്ട്. അങ്ങനെ നമ്മൾ വണ്ടി കയറി. കുട്ടപ്പൻ ചെറിയ വേറൊരു പരിപാടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഷുട്ടും പോസ്റ്റ് അടിച്ച് വണ്ടിയിലിരുന്നു. പുതിയ ബിൽഡിംഗ് ബ്ലോഗ്സ് ABCD എടുത്തു. ABCD മൊത്തം സൂപ്പർ ആയിട്ടുണ്ട്. എൻ്റെ ഒന്ന് കാണാണ്ടാവണം കേട്ടോ. സൂപ്പർ. വന്നാ കഴിഞ്ഞ സൂപ്പർ ഉണ്ടോ? യു ലൈക്ക് ഇറ്റ്? യെസ്. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ അല്ലറച്ചില്ലറ പരിപാടിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. നല്ല ചൂടുമാണ്. വൈകുന്നേരം ആകുമ്പം ഭയങ്കര മൂടി ക്ലൈമറ്റുമാണ്. അപ്പം അങ്ങനെ എല്ലാം കൂടെ ഒരു വൃത്തികെട്ട കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ സൈഡായിട്ടുണ്ടായിരുന്നു. നല്ല തലവേദന ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ നല്ല അടിപൊളി കല്ലുമ്മക്കായ് കറിയും നല്ല ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞാൻ നല്ലപോലെ ചോറ് കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഇറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് വരുമ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴയാണ്. വൃത്തികെട്ട ഒരു ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്നായിട്ട് എനിക്ക് മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു കുറച്ച് സമയം. മഴയൊക്കെ അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഷുട്ടൂന് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ പാടന്നെ ഏട്ടന്മാരും ഏച്ചിയും കൂടെ കളിക്കാൻ വരും. അതുകൊണ്ട് അവളെ അതിലിറക്കി ഒന്ന് കുളിച്ച് സെറ്റാക്കി വെക്കണം. അങ്ങനെ നമ്മൾ ചായയുടെയും പരിപാടിയെല്ലാം കഴിഞ്ഞു. നല്ല മഴ ഇപ്പം ഇവിടെ പെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാലും നല്ല ചൂടാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഞാൻ ഫുള്ള് വേർത്ത് കുളിച്ചിരിക്കുന്ന. അപ്പോൾ കുട്ടപ്പൻ ഷുട്ടും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് കുറച്ചൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അവൾ വരുമ്പോഴേക്കൊന്ന് കുളിക്കട്ടെ എന്ന് വിചാരിച്ചു. പെട്ടെന്നൊന്ന് ഞാൻ ഫ്രഷ് ആയിട്ട് വേഗം വരാം. തല കുളിക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിക്കില്ല. കാരണം പിരിച്ചൊക്കെയാണ് തല ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. ഇന്നലെ ഈ സൈഡായിരുന്നു വേദന, ഇന്ന് ഈ സൈഡാണ് വേദന.
അപ്പോൾ ഒന്ന് തല കുളിച്ച് നോക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് താഴെ വരുമ്പോഴേക്ക് ഇതാ ഷുട്ടൂന് കളിക്കാൻ വേണ്ടി ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പഴം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ആളും പഴം വേണമെന്ന് പറഞ്ഞാൽ നല്ല നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് കഴിക്കുന്നുണ്ട് എല്ലാവരും. അങ്ങനെ ഇതാ ഇവർ കുറേ സമയം കളിക്കാനുണ്ടാവും. പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെ അവർ പോകുമ്പോൾ ആൾക്ക് ഭയങ്കര വിഷമായിരിക്കും, കരച്ചിലായിരിക്കും, വാശിയായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ ചൂലൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ചുമ്മാ ഇങ്ങനെ കളിക്കാൻ. പിന്നെ നമ്മളിങ്ങനെ ഓരോ സിനിമയൊക്കെ മാറ്റി മാറ്റി കാണലാണ് രാത്രിയിലത്തെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് സമയം ബിഗ് ബോസ് കാണും. നിങ്ങൾ ആരൊക്കെയുണ്ട് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ പറയണേ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് നല്ല പോലെ തലവേദന വന്നിട്ടുണ്ടായിരുന്നു. തലവേദന എന്നൊക്കെ പറഞ്ഞാൽ തല അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിപ്പോൾ എനിക്ക് 2 ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ നല്ല കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കലത്തെ കപ്പയും നല്ല അടിപൊളി മീൻകറിയും കഴിച്ചു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു ദിവസത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞ് വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ.